നെതർലൻഡ്സ് തലസ്ഥാനമായ ആംസ്റ്റർഡാമിലെ ജൂത സ്കൂളിന് നേരെ ബോംബാക്രമണം. ശനിയാഴ്ച പുലർച്ചെ ബൂയിറ്റൻ വെൽഡർട്ടിലെ സീലാൻഡ് സ്ട്രാറ്റിലുള്ള സ്കൂളിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. ശനിയാഴ്ച പുലർച്ചെ സ്കൂൾ കെട്ടിടത്തിന് നേരെ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. കെട്ടിടത്തിന് ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സ്ഫോടനം നടത്തിയ ആളുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് റൈറ്റ് വിംഗ് യൂത്ത് എന്ന അധികം അറിയപ്പെടാത്ത സംഘടന ഏറ്റെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. നഗരത്തിലെ ജൂത സമൂഹത്തിന് നേരെ ബോധപൂർവം നടത്തിയ ആക്രമണമാണിതെന്ന് ഫെംകെ ഹൽസമ്മ പറഞ്ഞു. സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും കുറ്റവാളികളെ ഉടൻ പിടികൂടുമെന്നും അവർ വ്യക്തമാക്കി. റോട്ടർഡാമിലെ ഒരു സിനഗോഗിന് നേരെ ഈ ആഴ്ച ആദ്യം നടന്ന ആക്രമണത്തിന് പിന്നിലും ഇതേ സംഘടനയാണെന്നാണ് സംശയിക്കപ്പെടുന്നത്. ബെൽജിയത്തിലെ ലീച്ച് ഉൾപ്പെടെയുള്ള യൂറോപ്പിലെ വിവിധ ജൂത കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ സമാനമായ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വവും ഈ സംഘം അവകാശപ്പെട്ടിട്ടുണ്ട്. അതേസമയം മധ്യേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്ന് യൂറോപ്പിൽ ഉടനീളം ഇറാന്റെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കുവാൻ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. സ്ലീപ്പർ സെല്ലുകൾ ലോൺ വുൾഫ് ആക്രമണങ്ങൾ, അത്യാധുനിക സൈബർ ആക്രമണങ്ങൾ എന്നിവയിലൂടെ അമേരിക്കയ്ക്കുള്ളിൽ തിരിച്ചടി നൽകുവാൻ ഇറാൻ പദ്ധതിയിടുന്നതായാണ് സുരക്ഷാ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിഗൂഢമായ നമ്പർ കോഡുകൾ വഴിയാണ് ഇവർക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതെന്ന സൂചനയും റിപ്പോർട്ടിലുണ്ട്. ലോൺ വുൾഫ് ആക്രമണങ്ങൾ വലിയ സംഘടനകളുടെ സഹായമില്ലാതെ വ്യക്തികൾ തനിയെ നടത്തുന്ന ആക്രമണങ്ങളാണ്. ഇവ വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. തീവ്ര ആശയങ്ങളിൽ ആകൃഷ്ടരായ വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട് പൊതുസ്ഥലത്ത് ആക്രമണം നടത്താനാണ് ഇത്തരം നീക്കങ്ങൾ ലക്ഷ്യമിടുന്നത്.